കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, തിരുവചനങ്ങൾ 22 മുതൽ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവിൻ്റെ കാഴ്ചവെപ്പിൻ്റെ ഈ ദിവസം, പരിശുദ്ധ മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ദിവസം സമർപ്പിതരെ അനുസ്മരിക്കുന്ന സമർപ്പിതരുടെ തിരുനാളായിട്ട് ഓർമ്മിക്കണമെന്ന് സ്ഥാപിച്ചു. കർത്താവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ടതുപോലെ ദൈവത്തിനു വേണ്ടിയും ജനത്തിനു വേണ്ടിയും ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടവരാണ്, സ്വയം ജീവിതം സമർപ്പിച്ചവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഓരോ സമർപ്പിതരും. ഇന്നത്തെ ദിവസം കുറേയേറെ കാര്യങ്ങൾ ഇന്നത്തെ വചനഭാഗത്തിലൂടെയും തിരുനാളിലൂടെയും എല്ലാം സഭ ഓർക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും കണ്ടുമുട്ടിയ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. കാരണം ശിമയോനും അന്നായും പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പ്രതീകമായ മിശിഹായെ അവർ ദേവാലയത്തിൽ കണ്ടുമുട്ടും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേൽ ജനത്തെ വിട്ടുപോകുന്നത് എസെക്കിയേൽ ദർശിച്ചപ്പോൾ ആ മഹത്വം ദേവാലയത്തിലേക്ക് തിരികെ വരുമെന്ന് ഹഗായി പ്രവാചകനിലൂടെയും മലാക്കി പ്രവാചകനിലൂടെയും എല്ലാം ദൈവം ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി. ആ മഹത്വം ഇസ്രായേൽ ജനത്തിലേക്ക്, ആ ദേവാലയത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിലേക്ക് നയിക്കപ്പെട്ട് കാഴ്ചവെക്കപ്പെട്ട കർത്താവിൻ്റെ ഈ തിരുനാളും. ഏകരക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ച നമ്മളെല്ലാവരും ഒരു തരത്തിൽ നമ്മുടെ ഓരോ ജീവിത മേഖലകളിലും സമർപ്പിതരാണ്, സമർപ്പിക്കപ്പെട്ടവരാണ്, സന്യസ്തത്തിൽ ജീവിക്കുന്നവരുമാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമ്മൾ ദേവാലയത്തിൽ മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ മകനായി മകളായി സഭ സ്വീകരിച്ച് സഭയിലേക്ക് ചേർക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനായി മകളായി പേരെഴുതപ്പെട്ട നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ ഒരു വ്യക്തി ചോദിച്ചു, ആരാണ് യഥാർത്ഥത്തിലുള്ള സമർപ്പിതർ?
വളരെ വർഷങ്ങളായിട്ട് സമർപ്പ ജീവിതം നയിച്ചിരുന്ന ഒരു മിഷണറി ആയിരുന്ന ഒരു സിസ്റ്റർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അത് പൂരിപ്പിക്കുമെന്നുള്ള ബോധ്യത്തോടെ ഞാൻ ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സമർപ്പിത ജീവിതം. പ്രിയമുള്ളവരെ, ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഒരു വെള്ളക്കടലാസ് പോലെ ദൈവസന്നിധിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തെ പൂരിപ്പിക്കുമെന്നും പൂർത്തിയാക്കുമെന്നും നിവർത്തിക്കുമെന്നുള്ള എൻ്റെ ഒരു ബോധ്യത്തിൽ ഞാൻ പൂർണ്ണമായും ദൈവമേ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ തീരുമാനവും നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ ജീവിതം തന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം അത് തന്നെയായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം. ഇന്ന് നമ്മൾ വചനത്തിൽ വായിച്ച് കേട്ടു, ശിമയോൻ മാതാവിനോട് പറയുന്ന കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും, ഇവൻ ജനതകളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും, ഇവനൊരു വിവാദ വിഷയമായിരിക്കും, പലരുടെയും ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങൾ നിങ്ങളുടെ ശിശുവിനെയുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ശിശുവിനെ നോക്കി ഇതുപോലൊരു പ്രവചനം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്നായിരിക്കും? ഈ ശിശു എന്തായി തീരും, ഇവന് എത്രമാത്രം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. 2, എൻ്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറാൻ പോകുന്ന വാൾ എന്താണ്? പരിശുദ്ധ കന്യകാമറിയം തന്നെ ദൈവത്തിന് സമർപ്പിച്ച് കർത്താവേ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതിനു ശേഷം ഈ ഒരു വാൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും ജീവിച്ചത്. തൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്നതെല്ലാം ദൈവം തന്നോട് ചെയ്ത പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്നുള്ള ബോധ്യത്തിൽ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് താൻ ചേർന്ന് നിൽക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ, ദൈവസന്നിധിയിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന ബോധ്യത്തിൽ ഓരോ നിമിഷവും ഈ വാൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം ജീവിച്ചത്. ഏത് നിമിഷം വേണമെങ്കിലും തൻ്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറാമെന്ന് കരുതിയ പരിശുദ്ധ അമ്മ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ സഹനങ്ങളെയും ഓരോ വേളകളിലും ഇതേ വാൾ തൻ്റെ ജീവിതത്തിലൂടെ കടക്കുമെന്നുള്ള ബോധ്യത്തിൽ അതിനെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ കുരിശുമരണം കാണുമ്പോഴും കർത്താവിനെ തൻ്റെ മടിയിൽ കിടത്തിയപ്പോഴും കല്ലറയിൽ സംസ്കരിച്ചപ്പോഴും എല്ലാം ഈ വേദനയെ ഓരോന്നോരോന്നായിട്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് 7 വ്യാകുലങ്ങളുടെ വാളുകൾ നമ്മൾ ധ്യാനിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച ഓരോ വ്യക്തിയും ഇതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഏത് നിമിഷവും തനിക്കുണ്ടാവുന്ന വേദനകളും സഹനങ്ങളുമെല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിക്കും. ആ ഓരോ വേദനയും പരിശുദ്ധയമ്മ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വാളുപോലെ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ഞാൻ ചേർത്ത് വയ്ക്കും എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും തങ്ങളെ തന്നെ ആ കുടുംബജീവിതത്തിൽ സമർപ്പിച്ചവരാണ്. തൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സമർപ്പിച്ചവരാണ്. ഒരു പടി കൂടി എല്ലാം ഉപേക്ഷിച്ച്, ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമർപ്പിതരും സന്യസ്തരുമൊക്കെയുണ്ട്. എല്ലാവരും അവരവരുടേതായ ജീവിത മേഖലകളിൽ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇവരെടുക്കുന്ന വ്രതവും വാഗ്ദാനവും എന്താണ്? അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവുമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ ഈശോയുടെ ഈ സ്വഭാവ സവിശേഷതകൾ തങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും വേണ്ടി ദരിദ്രനായ ഈശോ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ ജനിക്കുവാൻ തിരുമനസ്സായ കർത്താവ്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആർക്കും വേണ്ടാത്തവനെ പോലെ ക്രൂശിക്കപ്പെട്ട് മരണപ്പെട്ട് ആരുടെയോ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട കർത്താവ്, അവിടുന്ന് തിരഞ്ഞെടുത്ത ദാരിദ്ര്യം എല്ലാവരോടും എല്ലാമായിട്ട് തീരുവാൻ താൻ ഏറ്റവും എളിയവനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവിൻ്റെ സ്വഭാവം, മരണത്തോളം കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയ കർത്താവ് തന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് സമർപ്പിച്ച് എനിക്കും നിനക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവ്, ഭൂമിയിൽ യൗസേ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് തൻ്റെ ജീവിതം സ്വർഗസ്വനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ അനുസരണം ജീവിക്കുവാൻ, എല്ലാത്തിലും ഉപരി ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തോടെ നമ്മളെല്ലാവരെയും സ്നേഹിച്ച കർത്താവിൻ്റെ അതേ പരിശുദ്ധി ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ വിളി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ജീവിക്കാവുന്നതും ഈ വിളി നമുക്ക് നൽകിയതുമാണ്. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, സമർപ്പിതരായിട്ടുള്ളവരും സന്യസ്തരായിട്ടുള്ളവരും ഇതൊരു വ്രതമായിട്ട് ജീവിക്കുമ്പോൾ
കുടുംബജീവിതം നയിക്കുന്നവർ, ജോലി മേഖലകളിലായിരിക്കുന്നവർ, പിതാക്കന്മാരായിരിക്കുന്നവർ, മാതാക്കന്മാരായിരിക്കുന്നവർ, മക്കളായിരിക്കുന്നവരെല്ലാവരുടെയും ജീവിതത്തിലൂടെ ഏറ്റെടുക്കേണ്ടതുമായ ക്രിസ്തുവിൻ്റെ സവിശേഷതകൾ തന്നെയാണ് ഈ അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവുമെല്ലാം. ഈശോയെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതുപോലെ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാഴ്ചവെക്കാം ഈ അൾത്താരയിൽ. ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുപോലെ നമ്മുടേതായ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടേതായ പാപത്തിൻ്റെ മേഖലകളെയും ഒക്കെ ഈ ബലിവേദിയിൽ നമ്മൾക്കും ബലി കഴിക്കണം. ഈശോയോട് കൂടെ നമുക്കും ക്രൂശിക്കപ്പെടണം. എനിക്ക് വേണ്ടി കർത്താവ് കുരിശിലേറിയതുപോലെ കർത്താവിന് വേണ്ടി ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ കുരിശിലേറും. കർത്താവിനെ ഞാൻ സേവിക്കും. എൻ്റെ ചുറ്റുമുള്ളവർക്ക് കർത്താവിൻ്റെ സ്നേഹം ഞാൻ കൊടുക്കും എന്നൊരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും ദൈവസന്നിധിയിൽ നിർമ്മലരായിട്ട് ജീവിച്ചതുപോലെ, വചനം പാലിച്ചതുപോലെ, അനുസരിച്ചതുപോലെ, ശിമിയോനും അന്നായും ദേവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചതുപോലെ, അവർ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടതുപോലെ നമ്മളും ഈശോയെ കണ്ടുമുട്ടുവാൻ, ഈശോയെ സ്വീകരിക്കുവാൻ, ഈശോയ്ക്ക് നമ്മളെ തന്നെ കാഴ്ചവെക്കുവാൻ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും അനുസരണത്തിലും എളിമയിലും ലാളിത്യത്തിലും നമുക്കായിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.